പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ വൈകവേളയിൽ വാഴ്ത്തപ്പെടട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉത്സാഹിച്ച എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രാരംഭത്തിൽ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന നമ്മുടെ സഭയുടെ സെക്രട്ടറിയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന കഥാനദാസൻ പ്രിയ ബദർ ദീപു കെ എബ്രഹാമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക വന്ദനങ്ങളെ അറിയിക്കുന്നു. ശേഷം സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, എല്ലാം സഹോദരിമാർ, സഹോദരന്മാർ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. ഒരു ഡിസ്ക്ലൈമർ ആദ്യം പറയാം. ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനായി നമ്മൾ ഒരു പാരൻറ്റിങ്ങിൽ പരാജയമായിരുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനൊരു പ്രോഗ്രാം വേണ്ടി വന്നത് എന്ന് ചിന്തിക്കരുത്. തീർച്ചയായിട്ടും നന്നായി പാരൻറ്റിങ് മോഡൽസ് അല്ലെങ്കിൽ പാരൻറ്റിങ്ങിന് നന്നായി ശ്രമിക്കുകയും ചിട്ടയായ പാരൻറ്റിങ് ഐഡിയാസ് ഉള്ള ധാരാളം പേര് ഈ സഭയിലുണ്ട്. നന്നായിട്ട് ക്രിയാത്മകമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ, ദൈവദാസന്മാർ ഈ സഭയിലുണ്ട്. എന്നാലും പ്രിയ ദീപു ബ്രദർ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ച് വച്ചിരിക്കുന്ന ചില പാറ്റേൺസ്, പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് റെക്ടിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും കുറച്ചുകൂടെ ഒരു എഫിഷ്യൻറ്റ് പേരൻ്റ് ആകാനും അല്ലെങ്കിൽ ഭാവിയിലൊരു പേരൻ്റ് ആകാനും അല്ലെങ്കിൽ തുടർന്ന് നമ്മളിപ്പോൾ പേരൻ്റ് ആയിരിക്കുന്നുവെങ്കിൽ തുടർന്ന് നമുക്ക് എവിടെയൊക്കെയും നമ്മുടെ പാരൻറ്റിങ് മോഡലിങ്ങിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് വൈ ഐ ആം ഹിയർ എന്നുള്ളത് ഐ ആം എ മിസ്റ്റേക്കൺ പേരൻറ്റ്, ഞാനൊരു നല്ല രക്ഷകർത്താവല്ല എന്നതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാരും ചിന്തിക്കരുത്. യു ആർ ഓൾ എ ഗുഡ് പാരൻറ്റ്സ്. എന്നാൽ ദൈവം നമ്മെ എല്ലാവരെയും പ്രത്യേകമായ നിലയിൽ ഒരു ക്രിസ്തീയ അനുഭവത്തിൽ ഈ പാരൻറ്റിങ്ങിനെ കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പണ്ടൊരിക്കൽ മഹാത്മാഗാന്ധിജിയുടെ അടുത്ത് ചെന്നിട്ട് മഹാത്മാഗാന്ധിയുടെ അടുക്കൽ ഒരു അമ്മ ചെന്നിട്ട് പറഞ്ഞു, ഗാന്ധിജി, എൻ്റെ മകൻ ഭയങ്കരമായിട്ട് പഞ്ചസാര കഴിക്കുക, ഇവനോട് എന്തെങ്കിലും പറഞ്ഞ് ഈ പഞ്ചസാര കഴിക്കുന്നത് മാറ്റിക്കണമെന്ന് പറഞ്ഞു. ഗാന്ധിജി ഇത് കേട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അപ്പോൾ ഈ മാതാവ് ഈ മകനെ കൊണ്ട് അടുത്ത ആഴ്ച എന്ത് ചെയ്തു, ഈ ഗാന്ധിജിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോൻ ഭയങ്കരമായിട്ട് പഞ്ചസാര കഴിക്കുന്നുണ്ട്, അവനോട് എന്തെങ്കിലും പറഞ്ഞ് ഇത് നീ ശീലം ഒന്ന് മാറ്റിക്കണമെന്ന് പറഞ്ഞു. ഗാന്ധിജി അന്നേരം ഒന്നും മിണ്ടിയില്ല. ഈ അമ്മയോട് പറഞ്ഞു, അടുത്ത ആഴ്ച വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയും കൂടെ ഈ മാതാവ് വെയിറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഗാന്ധിജിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനോട് സംസാരിക്കണം, അവൻ്റെ ഈ ശീലം ഒന്ന് മാറ്റണം. അപ്പോൾ ഗാന്ധിജി ആ മൂന്നാമത്തെ ആഴ്ച ചെന്നപ്പോൾ ഗാന്ധിജിയോടടുത്ത് ഈ മകൻ അല്ലെങ്കിൽ ഗാന്ധിജി ഈ മകനോട് പറഞ്ഞു, ഈ മോനോട് പറഞ്ഞു, മോനെ നീ പഞ്ചസാര കഴിക്കരുത്, പഞ്ചസാര കഴിച്ചാൽ ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നീ പഞ്ചസാര ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. ഇത്രയും പറഞ്ഞു. ഗാന്ധിജി ഈ മോനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ മാതാവ് ഗാന്ധിജിയോട് ചോദിച്ചു, ഇത് പറയാനായിട്ട് എന്തിനാ ഈ 2 ആഴ്ച സമയം എന്തിനാ ഗാന്ധിജി ആവശ്യപ്പെട്ടത്? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഞാനും ഒത്തിരി വന്നിട്ട് പഞ്ചസാര കഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ മകനോട് പഞ്ചസാര കഴിക്കരുതെന്ന് പറയണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, പഞ്ചസാര കഴിക്കുന്നത് കുറച്ച് അത് ഉപയോഗം കുറയ്ക്കുന്നത് ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ മകനോട് ഈ മകനോട് ഇത് പറയാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്റ്റിൽ ഐ ആം എ പാസ്റ്റർ ആസ് വെൽ ആസ് ഐ ആം എ പാരൻറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് പാസ്റ്റർ ഒരു റോൾ മോഡൽ, ഭയങ്കര ഐഡിയൽ പാരൻ്റാണ്, നിങ്ങളെല്ലാം ഉപദേശിച്ച് ഇപ്പോൾ നന്നാക്കാൻ പോവുകയാണ് എന്ന് ചിന്തിക്കരുത്. ഐ ആം സ്റ്റിൽ എ പാരൻറ്റ്, സ്റ്റിൽ വർക്കിംഗ് ഔട്ട് ടു ഹൗ ടു ബി എ ബെറ്റർ പാരൻറ്റ്. തീർച്ചയായിട്ടും എന്നെക്കാട്ടിൽ പാരൻറ്റിങ് റോൾ അല്ലെങ്കിൽ പാരൻറ്റിങ് മോഡലിൽ പ്രാവീണ്യം തെളിയിച്ച വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരുണ്ട്, അല്ല പാരൻറ്റിങ് തുടങ്ങിയവരുണ്ട്. അപ്പോൾ സ്റ്റിൽ വി ആർ ഓൾ ത്രൈവിങ്. ഇത് സംസാരിക്കുന്ന ഞാനും ഒരു നല്ല പാരൻ്റ് ആകാനായിട്ടുള്ള ഗവേഷണത്തിലും അന്വേഷണത്തിലും ഓരോ തവണയും തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്താനുള്ള ശ്രമത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ചില കാര്യങ്ങൾ ഇന്ന് ഈ പകൽക്കാലം ഒന്നിച്ച് ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സോ വി ആർ ഓൾ കളക്റ്റീവ് ഇൻ ദിസ് സെൻസ്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സൗകര്യത്തിനും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റേഴ്സ്, കുറച്ച് സ്ലൈഡ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സോ ഫാമിലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ പാരൻറ്റിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. പാരൻറ്റിങ്ങിൻ്റെ പാരൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഫാമിലി. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിലെ
ഏറ്റവും മഹത്തായ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ചിലർ പറയും സഭയാണെന്ന് പറയും. എന്നാൽ ഞാൻ പറയുന്നത് സഭയല്ല, കുടുംബമാണ്. സോ എവർ ബ്യൂട്ടി അല്ലെങ്കിൽ നല്ല ഏറ്റവും ശ്രേഷ്ഠമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ബൈബിൾ ഈസ് ഫാമിലി. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആദ്യം ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഫാമിലി, നോട്ട് ദി ചർച്ച്. സമാഗമന കൂടാരം മോശയോട് ദൈവം പറഞ്ഞ് മരുഭൂമിയിൽ ഉയർത്തുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം സ്ഥാപിച്ച ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ ഫാമിലി. ആദാമിനെ ഹൗവയും സൃഷ്ടിച്ചിട്ട് ശേഷം മനുഷ്യരെയും അവരുടെ മക്കളെയൊക്കെ സൃഷ്ടിച്ച് ദൈവം ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സോ ഫാമിലി ഈസ് എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗോഡ് ഡിസൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഫാമിലി ഈസ് എ ഗോഡ്സ് ഡിസൈൻ. ദൈവം രൂപകൽപ്പന ചെയ്ത ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ വി ക്യാൻ സി എ റൈറ്റ് മോഡൽ, എ ഗുഡ് മോഡൽ ഓഫ് പാരൻസ്. ആദാമും ഹൗവയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. സോ നോക്കിക്കേ, ആദാമിനെ ഹൗവയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം ഈ പാരൻറ്റിങ് പൊസിഷൻ എങ്കിൽ പാരൻറ്റിങ് റോളിലേക്ക് അവരെ നിയോഗിച്ചത് വളർത്തുക, അവർക്ക് ഫുഡ് കൊടുക്കുക, അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് കാര്യങ്ങൾ കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെങ്കിലും നല്ലൊരു കരിയറിൽ കൊണ്ടുവരിക, അവരെ നല്ല നിലയിൽ അവരെ വളർത്തിയെടുക്കുക. ഇതല്ല, പ്രൈമർലി ഇറ്റ് വാസ് എ ഫെലോഷിപ്പ്. ഭൂമിയിൽ എല്ലായിടങ്ങളിലും സന്താന പുഷ്ടിയുള്ളവരായിരിക്കുക എന്ന് ദൈവം ആദാമിനോടും ഹൗവയോടും പറയുമ്പോൾ, നീ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഫാമിലി മീൻസ് ഇറ്റ്സ് എ ഫെലോഷിപ്പ്. മക്കളും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് കുടുംബമെന്ന് പറയുന്നത്. അതിനകത്ത് നർച്ചറിങ് ഉണ്ട്, അതിനകത്ത് ടേക്ക് കെയറിങ് ഉണ്ട്, അതിനകത്ത് അവർക്ക് വേണ്ടതായ ഭക്ഷണം കൊടുക്കുന്നതുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്നത്, എല്ലാം ഇറ്റ്സ് ഓൾ കംസ് അണ്ടർ വൺ കാറ്റഗറി ഓഫ് ഫെലോഷിപ്പ്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫെലോഷിപ്പ്. ഫാമിലി മീൻസ് ഫെലോഷിപ്പ്. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ആൻ അതോറിറ്റി. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുന്ന ഒരു കാര്യമാണ്, സകലത്തിനു മേലും വാഴുക എന്ന് ദൈവം ആദാമിനോടും ഹൗവയോടും പറയുന്നു. കീപ്പ് ആൻ അതോറിറ്റി ഓവർ അതേഴ്സ് ഓർ കീപ്പ് ആൻ അതോറിറ്റി ഇൻക്ലൂഡിങ് യുവർ ചിൽഡ്രൻ. സകലത്തിൻ്റെ മേലും എന്ത് ചെയ്യണം? വാഴാനായിട്ടാണ് ആദാമിനോടും ഹൗവയോടും പ്രത്യേകിച്ച് ആദാമിനോടും എന്ത് ചെയ്യുന്നത്? കർത്താവ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഫാമിലി മീൻസ് എ കൈൻഡ് ഓഫ് എ പൊസിഷൻ വേർ യു ക്യാൻ എക്സൽ യുവർ അതോറിറ്റി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ ഫാമിലിയുടെ മേലും നിയന്ത്രണം നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ രക്ഷകർത്താവ് എന്നാണ് വിളിക്കുന്നത്. രക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയുന്ന ലോർഡ്, കർത്താവ്. സോ ദർ ഈസ് എ അതോറിറ്റി ഇൻവോൾവ് ഇൻ ഫാമിലി. അപ്പോൾ ഇറ്റ്സ് എ ഫെലോഷിപ്പ്, ഇറ്റ്സ് എൻ അതോറിറ്റി ആൻഡ് ഇറ്റ് ഈസ് എൻ അക്കൗണ്ടബിലിറ്റി. ഞാൻ അതിലേക്ക് വീണ്ടും വിശദീകരിച്ച് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട്. ദൈവം മനുഷ്യരെ ഭൂമിയിലാക്കിയപ്പോൾ, ആദാമിനെ ഹൗവയും ദൈവം ഭൂമിയിലാക്കിയപ്പോൾ സകലത്തിനും വിചാരകനായിരിക്കാനായിട്ടാണ് ദൈവം ഹൗവയോടും ആദാമിനോടും പറഞ്ഞത്. ബി എ സ്റ്റിവാർഡ്. സ്റ്റിവാർഡ് എന്തിനു വേണ്ടി? ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും മേയ്ക്കാൻ, അതോടൊപ്പം തന്നെ തനിക്ക് നൽകിയ തലമുറകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാനായി, അവരെ ശുശ്രൂഷിക്കാനായി, അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഗ്രഹവിചാരകത്വമാണ് ഒരു ഫാമിലിയുടെ പ്രധാനപ്പെട്ട ചുമതല. സോ ഇറ്റ്സ് ആൻ അക്കൗണ്ടബിലിറ്റി. ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമാണ് നമ്മളെല്ലാത്തിനെയും പരിപാലിക്കുക, എല്ലാത്തെയും സംരക്ഷിക്കുക, ഗൃഹവിചാരകത്വം നടത്തുക എന്നുള്ള സ്റ്റുവാർഡ്ഷിപ്പ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഫാമിലി. സോ ഇറ്റ്സ് എ ഫെലോഷിപ്പ്, ഇറ്റ്സ് എൻ അതോറിറ്റി ആൻഡ് ഇറ്റ്സ് എ അക്കൗണ്ടബിലിറ്റി. ഇതാർക്കും ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. പാരൻറ്റിങ് എന്നുള്ള ആ റോളിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. ആർക്കും അതിൽ നിന്ന് ഇത് എനിക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനായിട്ട് കഴിയുകയില്ല. ഇന്ന് എനിക്കറിയാം, ഇന്ന് ലോകത്തിൽ പല ഫാമിലീസും മക്കൾ വേണ്ട എന്ന് പറയുന്ന ഫാമിലീസ് ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചു വരികയാണ്. വി ഡോണ്ട് നീഡ് ചിൽഡ്രൻ. നമുക്ക് മക്കളെ വേണ്ട, നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് ജീവിച്ചാൽ മതി, മക്കൾ വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് ലോകത്തിൽ പലർക്കും തലമുറകൾ വേണ്ട എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ ബേർഡൻ. ഇങ്ങനെ ഒരു ബേർഡൻ എടുക്കാനായിട്ട് പലർക്കും താല്പര്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം, വി നീഡ് ടു ബി അക്കൗണ്ടബിൾ ടു
ദി ജനറേഷൻ. നമുക്ക് ദൈവം നൽകുന്ന തലമുറകളെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ഗ്രഹവിചാരകത്വം നടത്തുന്ന, അവരെ പോറ്റിപ്പുലർത്താൻ അവർക്ക് വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഭാഗം ഞാൻ പറയുമ്പോൾ, കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതാണോ? ടെൽമി, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതാണോ? DNA ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ തന്നെയാണെന്ന് നമുക്ക് പറയാം, അല്ലേ? എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല. നമ്മൾ മാതാപിതാക്കൾ നൊന്ത് പ്രസവിച്ച 9 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് ദൈവം നമുക്ക് നൽകിയത് നമ്മുടെ കുഞ്ഞല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞ് തന്നെയാണ്. ബട്ട് ബേസിക്കലി ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ല. ഇത് ദൈവത്തിൻ്റെ അവകാശമാണ്. Can you just read for me Psalms 127 verse 3? 127 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് ഉച്ചത്തിൽ വായിക്കാമോ? 127:3. മക്കൾ യഹോവ നൽകുന്ന അവകാശം. ഇറ്റ്സ് ഗോഡ്സ് ഇൻഹെറിറ്റൻസ്. ചില ഇംഗ്ലീഷ് ബൈബിളിൽ ഗിഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് ഫൈൻ. പക്ഷേ മലയാളത്തിലാണ് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മക്കൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന ദൈവത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് ഗോഡ്സ് ഇൻഹെറിറ്റൻസ്. ആർക്ക് തന്നേക്കുക? നമ്മുടെ കയ്യിലോട്ട് തന്നിരിക്കുക. അപ്പോൾ മക്കൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അവേഴ്സ്. ബേസിക്കലി ഇറ്റ് ഈസ് ഗോഡ്സ്. ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ അവകാശത്തിലുള്ള ഈ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇറ്റ്സ് എ സോൾ, ഒരു ആത്മാവാണ്. ഈ ആത്മാവ് എവിടുന്നാണ് വന്നത്? ഈ ആത്മാവ് ദൈവമാണ് നമ്മുടെ കയ്യിലേക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലോട്ട് മിറയെയും മഹത്തിനെയും തന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ കസ്റ്റഡിയിലുള്ള, ദൈവത്തിൻ്റെ അതോറിറ്റിയിലുള്ള, ദൈവത്തിൻ്റെ അവകാശത്തിലുള്ള ഒരു സാധനത്തെ ദൈവം ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് ദൈവം നമ്മുടെ കയ്യിലോട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. വി ആർ ഓൺ ലീസ്. ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ ലീസിൽ തന്നേക്കുകയാണ് ദൈവം. എന്തിനു വേണ്ടി? ഈ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്താനും അവരെ ദൈവീയ നാമത്തിന് വേണ്ടി ഉയർത്താനും ദൈവം തൻ്റെ കസ്റ്റഡിയിലുള്ള, തൻ്റെ അധികാരത്തിലുള്ളതിനെ ദൈവം ഒരു ചെറിയ ബ്രാക്കറ്റ് ടൈമിലേക്ക് നമ്മുടെ കയ്യിലോട്ട് ലീസിന് തന്നേക്കാണ്. ഇറ്റ്സ് നോട്ട് ഫുള്ളി അവേഴ്സ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഷേപ്പിലാണ്, നമ്മുടെ മാതാപിതാക്കളുടെ ഷേപ്പിലാണ്. ദാറ്റ്സ് ഓൾ ഫൈൻ. എന്നാൽ ദൈവത്തിൻ്റെ അവകാശത്തിൽ, അപ്പോൾ ദൈവം എന്തിനാണ് ഇത് നമ്മുടെ തന്നത്? ബിക്കോസ് ദൈവം എൻട്രസ്റ്റ് ചെയ്തേക്കാണ് നമ്മുടെ കയ്യിലേക്ക്. നിങ്ങളൊക്കെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും പല അധികാരികളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ, നിങ്ങളുടെ ബോസ് നിങ്ങളുടെ കയ്യിലോട്ട് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് അത് സക്സസ്ഫുള്ളി, ഫ്രൂട്ട്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പിന്മേലാണ് നിങ്ങൾക്കൊരു ജോലി തരുന്നത്. നിങ്ങൾ ആ ജോലിയിൽ ഉഴപ്പരാണെങ്കിൽ, നിങ്ങളുടെ സക്സസ് റേറ്റ് ഒക്കെ വളരെ കുറവാണെങ്കിൽ, നിങ്ങളൊരു കാര്യം വിജയിപ്പിക്കുന്നതിൽ ഒത്തിരി പുറകിലാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒന്നെങ്കിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബിഗർ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഏൽപ്പിക്കത്തില്ല. അപ്പം നമ്മൾ ഒരു കാര്യത്തിൽ കേപ്പബിൾ ആണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ദൈവം തൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു അവകാശത്തെ നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ഹൗ ഓഫൺ വി ടു ബി റെസ്പോൺസിബിൾ. കാരണം ദൈവം ഒരു പ്രതീക്ഷ വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ അവകാശത്തിലുള്ള ആളെ ഇന്ന ആളുടെ കയ്യിലോട്ട് കൊടുത്തേക്കാം. സോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറ്റ്സ് എ റോ മെറ്റീരിയൽ. ദൈവം നമുക്ക് തരുന്ന കുഞ്ഞെന്ന് പറയുന്നത് ബുദ്ധിയുള്ളതോ അല്ലെങ്കിൽ ജ്ഞാനമുള്ളതോ വിസ്ഡമുള്ളതോ അല്ലെങ്കിൽ ആത്മീയ പക്വതയുള്ളതോ തിരിച്ചറിവുള്ളതോ അല്ലെങ്കിൽ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നതോ തെറ്റോ ശരിയോ ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നുമല്ല. ജനിച്ച് വീഴുന്ന കുഞ്ഞിന് ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ അഫയേഴ്സിനെ കുറിച്ചെല്ലാം പരിചയമുണ്ടോ? ഈ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അതിനറിവുണ്ടോ? ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അതിനറിവില്ല. ജനിച്ച് വീഴുന്ന കുഞ്ഞിൻ്റെ മൈൻഡ് ഒരു ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല, ശൂന്യമായി കിടക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ റോ മെറ്റീരിയൽ. ഒരു പാകതയുമില്ലാത്ത, ഒരു ഷേപ്പുമില്ലാത്ത, യാതൊരു ഫോമേഷനും സംഭവിക്കാത്തതായ ഒരു ആത്മാവിനെ ദൈവം നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. ഫോർ വാട്ട്? ഫോർ ടു എൻകറേജ് ആൻഡ് ടു ഡെവലപ്പ്, ടു ബിൽഡപ്പ്, ടു ക്രിയേറ്റ് എ ഗ്രോത്ത് ഇൻ ദാറ്റ് ചൈൽഡ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഈ ലോകത്തിൽ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ ചിലരെ ദൈവം ക്രിമിനലായിട്ട് ജനിപ്പിക്കുന്നു,
ചിലരെ നല്ല ഡോക്ടേഴ്സായിട്ട്, IAS നല്ല വിദ്യാഭ്യാസമുള്ളവരായിട്ടൊക്കെ ചിലരെ ദൈവം സൃഷ്ടിക്കുന്നു. ചിലരെ ഗുണ്ടകളായിട്ട്, ക്രിമിനലായിട്ട്, വേണ്ടാത്ത അല്ലെങ്കിൽ ഈ ലോകത്തിൽ തിന്മകൾ ചെയ്യാനായിട്ട് ചിലരെ ദൈവം അങ്ങനെ സൃഷ്ടിക്കുന്നു. ഇല്ല, ഈ ലോകത്തിൽ കണ്ട ഹിറ്റ്ലറിനെ പോലും ദൈവമാണ് സൃഷ്ടിച്ച് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നാൽ ആ നർച്ചറിങ് എന്ത് ചെയ്തില്ല, വേണ്ട നിലയിൽ ആ റോ മെറ്റീരിയലിനെ വളർത്തിയെടുക്കാൻ അതിൻ്റെ ഓരോ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയപ്പോഴാണ് അവിടെ ചില ക്രിമിനൽസ് ഉണ്ടാകുന്നത്, ഗുണ്ടകൾ ഉണ്ടാകുന്നത്, സാമൂഹിക വിരോധികളായ ആളുകൾ ഉണ്ടാകുന്നതൊക്കെ എവിടെയൊക്കെയോ പേരൻറ്റിങ്ങിൽ ഉണ്ടായ പരാജയമാണ്. സോ എവറി ചൈൽഡ് ബോൺ ടു ദിസ് വേൾഡ് ഈസ് എ റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയലിനെ പാകപ്പെടുത്തി എടുക്കാനുള്ള വലിയ ചുമതലയാണ് ദൈവം അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി, ഒരു അക്കൗണ്ടബിലിറ്റിയാണ്. അതുമാത്രമല്ല, സങ്കീർത്തനത്തിൽ ഒരു കാര്യവും പറയുന്നു, വീരൻ്റെ കയ്യിലെ മക്കൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. വീരൻ്റെ കയ്യിലെ അസ്ത്രം എന്ന് പറഞ്ഞാൽ, ഐ ജസ്റ്റ് ഗീവ് യു സം ബാക്ക്ഗ്രൗണ്ട്. ഈ വാരിയേഴ്സ് അല്ലെങ്കിൽ ഈ വീരന്മാർ ഈ കാട്ടിൽ പോയി അവരുടെ കയ്യിൽ അസ്ത്രമൊന്നും റെഡിമെയ്ഡ് കടയിൽ നിന്ന് മേടിക്കാനൊന്നും കിട്ടത്തില്ല. ദേ ഹാവ് ടു ഹണ്ട്, ദേ ഹാവ് ടു ഗോ ഇൻ ടു ദ ഫോറസ്റ്റ് ആൻഡ് അവരെന്ത് ചെയ്യണം, നല്ല നീളമുള്ള, പാകമുള്ള, നല്ല ബലമുള്ള തടിക്കഷ്ണങ്ങൾ മുറിച്ച്, കമ്പുകൾ മുറിച്ച് അതിനെ ചെത്തി പാകപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് അസ്ത്രമായി അവരുടെ കയ്യിൽ വരികയുള്ളൂ. അപ്പോൾ അവർക്കൊരു ടൈം ഉണ്ടായിരുന്നു, അൺഷേപ്പായിട്ടുള്ള, വളഞ്ഞിരിക്കുന്ന, പാകമല്ലാത്തതിനെ ചെത്തി വെടിപ്പാക്കേണ്ടതായ ഒരു ചുമതല ആർക്കുണ്ടായിരുന്നു? ഈ വില്ലൻ അല്ലെങ്കിൽ ഈ വീരന് ഒരു ചുമതലയുണ്ട്. അങ്ങനെ ചെത്തി വെടിപ്പാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പൂണിയിലെ അദ്ദേഹത്തിൻ്റെ സഞ്ചിയിലെ നല്ല പെർഫെക്റ്റ് അസ്ത്രമായി അത് മാറുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലേക്കും വരുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ കയ്യിലേക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങൾ, ഇറ്റ്സ് ആൻ അൺഷേപ്ഡ് റോ മെറ്റീരിയൽ. അതിനെ ഷേപ്പ് ചെയ്യാനുള്ള വലിയൊരു ജോലി അതും കൂടെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നവർ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, വെൻ ഗോഡ് ഈസ് ഗിവിങ് അസ് എ ചൈൽഡ്, ആ ചൈൽഡിനെ ഷേപ്പ് ചെയ്യാൻ, അതിനൊരു ഷേപ്പേ ഇല്ല, ആ ഷേപ്പ് ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഷേപ്പ് മാറിപ്പോകും. ഷേപ്പ് മാറിപ്പോയ അസ്ത്രത്തിന് എന്താ പറ്റുന്നതെന്ന് അറിയാമോ? അത് നേരെ കൊള്ളേണ്ട സ്ഥലത്തേക്ക് അത് എയ്താൽ അത് എങ്ങോട്ട് പോവും? അത് വേറെ സ്ഥലത്തോട്ട് പോവും. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, പഠിപ്പിക്കാനായിട്ട് നമ്മൾ ആളെ കാനഡയിലോട്ട് വിട്ടാൽ ചിലപ്പോൾ അവന് ഓസ്ട്രേലിയയിൽ ചെന്ന് വീഴും നമ്മളറിയാതെ. പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വിട്ട ആളിനെ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം അവൻ ഇന്ത്യയിൽ ഇല്ല, വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. കാരണം എന്താ? അൺഷേപ്പായി, ഏത് സ്ഥലത്തോട്ട് വീണില്ല, വേറെ സ്ഥലത്ത് പോയി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ആൻ ആരോ ഗിവൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ വാരിയർ. അതിന് ഒത്തിരി പ്രോസസ്സുകൾ നടന്നിട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പോകാം. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഷീറ്റ് പേപ്പർ തന്നിട്ടുണ്ടാകും. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്, ഒരു മേ ബി ഹാർഡ്ലി 10 മിനിറ്റ്സ്, നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയം കൂടി ഉദ്ദേശിച്ചാണ് ഒരു ചെറിയ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നേക്കുന്നത്. അതിനൂടെ നിങ്ങൾക്ക് സമയം കണ്ടെത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പറയുന്നതോ അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുള്ള അവസരം കൂടിയാണ് ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് any of your questions or any of your concerns and we will discuss that in the end. അപ്പോൾ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഗോഡ്സ് ഇൻഹെറിറ്റൻസ്, ദൈവത്തിൻ്റെ അവകാശവുമാണ്. ഇറ്റ്സ് ലൈക്ക് ആരോ. ഇനിയും ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. പാരൻറ്റിങ് പാറ്റേൺസ്, നമുക്കെല്ലാം വിവിധ ശൈലിയിലുള്ള രക്ഷകർത്ത ശീലങ്ങളുണ്ട്. അത് ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ വി ക്യാൻ കറക്റ്റ് അവർ സെൽഫ്. ഒന്ന്, പെർമിസീവ് പാറ്റേൺ അല്ലെങ്കിൽ ദുർബല ശൈലി. ഒരു പാരൻറ്റിങ് മോഡലാണ് ദുർബല ശൈലി അല്ലെങ്കിൽ പെർമിസീവ് പാരൻറ്റ്. ഇതിനകത്തുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഹയർ ഇൻറ്റിമസി ബട്ട് ലോവർ ലെവൽ ഓഫ് കൺട്രോൾ. ഹയർ ഇൻറ്റിമസി ബട്ട് ലോവർ ലെവൽ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്, പക്ഷേ കുറഞ്ഞ അളവിലുള്ള നിയന്ത്രണമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ, മോൻ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ടോയ് വേണമെന്ന് പറഞ്ഞാൽ, മോനെ നിനക്ക് ടോയ് ആണോ, ഇഷ്ടംപോലെ ടോയ് മേടിച്ചു തരാം എന്ന്. ഹയർ ലെവൽ ഓഫ് ഇൻറ്റിമസി, സ്നേഹം, പക്ഷേ നിയന്ത്രണം ഒട്ടുമില്ല. കുഞ്ഞുങ്ങളെ നമുക്ക് വേണ്ട നിലയിൽ ചിലയിടങ്ങളിൽ നിയന്ത്രിക്കണം, അവരെ സ്നേഹിക്കണം, സ്നേഹത്തിൻ്റെ അളവുണ്ട്. എന്നാൽ സ്നേഹം കൂടുകയും
നിയന്ത്രണം കുറയുകയും ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് എ റോങ് പാരൻറ്റിങ് മോഡൽ. അവർ പറയുന്ന എല്ലാം സാധിപ്പിക്കുന്നതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ലെവലെങ്കിൽ, നമുക്കൊരു നിയന്ത്രണം വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും, ശാസിക്കേണ്ട സ്ഥലത്ത് ശാസിക്കാനും, അവരെ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയാനും, വേണ്ട മോനെ ഇതെങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുന്ന കൺട്രോൾ നമുക്കില്ലെങ്കിൽ, ദാറ്റ് ഈസ് എ പെർമിസീവ് പാരൻറ്റിങ്, അല്ലെങ്കിൽ ദുർബല ശൈലി എന്ന് പറയും. ബൈബിളിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ദ ഫാമിലി ഓഫ് ഏലി പുരോഹിതൻ്റെ മക്കൾ. നമുക്കറിയാം ഏലി പുരോഹിതൻ്റെ മക്കൾ വലിയ സക്സസ് ഒന്നും ആയില്ല. ഏലി പുരോഹിതന് ഭയങ്കര പ്രയാസമായിരുന്നു. തൻ്റെ മക്കളൊന്നും വേണ്ട നിലയിൽ ആ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർ യോഗ്യരായി മാറിയില്ല. ഒത്തിരി ദുഷ്ടതകളൊക്കെ നിറഞ്ഞ ഒരു അനുഭവം ഈ ഏലി പുരോഹിതൻ്റെ മക്കൾക്ക് ഉണ്ടായി. ഏലി പുരോഹിതന് ഭയങ്കര വിഷമമായിരുന്നു. സോ ദിസ് വുഡ് ബി എൻ ഗുഡ് എക്സാമ്പിൾ ഫോർ എ പെർമിസീവ് പാരൻറ്റിങ് മോഡൽ. എന്ന് പറഞ്ഞാൽ ഭയങ്കര അളവിൽ കവിഞ്ഞുള്ള സ്നേഹമാണ്, നിയന്ത്രിക്കാൻ വിട്ടുപോയി. അളവിൽ കവിഞ്ഞുള്ള സ്നേഹവാത്സല്യം ചൊരിയുന്നുണ്ട്, പക്ഷേ നിയന്ത്രിക്കേണ്ട ഇടങ്ങളിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ല. സോ ദാറ്റ് ഈസ് എ പെർമിസീവ് പാരൻറ്റിങ്, അല്ലെങ്കിൽ ദുർബല ശൈലിയിലുള്ള പാരൻറ്റ്. നമുക്കപ്പം ഞാൻ അടുത്തത് പറയുമ്പോൾ, ലാസ്റ്റ് പോയിന്റ് പറയുമ്പോൾ വാട്ട് വുഡ് ബി എ റൈറ്റ് മോഡൽ എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറയാം. സോ ദിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഹയർ ഇൻറ്റിമസിയാണ് ലോവർ ലെവൽ ഓഫ് കൺട്രോൾ. അടുത്തൊരു മോഡലാണ് നിഗ്ലക്റ്റിംഗ് പാരൻറ്റ്, അവഗണന ശൈലി. നമ്മൾ നിഗ്നറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവഗണിച്ച് കളയും. അതിനകത്ത് പറഞ്ഞാൽ ലോവർ ഇൻറ്റിമസി, സ്നേഹവും ഇല്ല, നിയന്ത്രണവും ഇല്ല. സ്നേഹം കാണിക്കത്തുമില്ല, നിയന്ത്രണം കാണിക്കത്തുമില്ല. മക്കളോട് കണ്ട ഒന്ന് ചിരിക്കത്തു പോലും ഇല്ല. മക്കളെ കണ്ടതിൻ്റെ ഉമ്മ വെച്ചിട്ട് പോലും ഇല്ലായിരിക്കും. ഉമ്മ വെക്കാൻ മക്കൾക്ക് അതെന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കും. ഒരു സ്നേഹവാത്സല്യവും കാണിക്കത്തില്ല, ഭയങ്കര ഗൗരവക്കാരനായിരിക്കും. ഒന്നും ചില പിള്ളേരൊക്കെ ഇവിടുന്ന് ചിരിക്കുന്നു കേട്ടോ, നോ പ്രോബ്ലം. അവരോട് ഒന്നും സ്നേഹത്തോടൊന്നും പറയത്തില്ല, അവരോടൊന്നും സ്നേഹത്തോട് പെരുമാറുന്നില്ല. ലോവർ ലെവൽ ഓഫ് ഇൻറ്റിമസി, അറ്റ് ദ സെയിം ടൈം ലോവർ ഒരു കൺട്രോളും ഇല്ല, സ്നേഹവും ഇല്ല, നിയന്ത്രണവും ഇല്ല. നിനക്ക് തോന്നുന്ന വഴി നീ പൊക്കോ എന്നുള്ള രീതിയും, ഞാൻ പ്രത്യേകിച്ച് സ്നേഹമൊന്നും പ്രകടിപ്പിക്കാനായിട്ട് ഇവിടെ റെഡി അല്ല താനും എന്ന രീതിയിലുള്ള ഒരു പാരൻറ്റിങ് മോഡലായിട്ട് നിഗ്ലക്റ്റിംഗ്, അവഗണന ശൈലി. വി ഡോണ്ട് കെയർ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ചോദിച്ചാൽ പെട്ടെന്നൊരു കൺഫ്യൂഷൻ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എനിക്കറിയത്തില്ല, അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ വയസ്സ് എത്ര, ഡേറ്റ് ഓഫ് ബർത്ത് എത്ര, ഒന്നും അറിയത്തില്ല. ലോവർ ലെവൽ ഓഫ് ഇൻറ്റിമസി ആൻഡ് ലോവർ ലെവൽ ഓഫ് കൺട്രോൾ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അബ്രഹാമും ഇസ്മായേലും. നമ്മളീ പറയുന്ന അബ്രഹാമും ഇസ്മായേലും. അബ്രഹാം എങ്ങനെയും ഇസ്മായിലിനെ ഒഴിവാക്കാനാണ് നോക്കിയത്. കാരണം അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്ധി ഇസാക്കായിരുന്നു. ഇസ്മായിലിനോടുള്ള ബന്ധത്തിൽ അബ്രഹാം ഇച്ചിരി റിലക്റ്റൻ്റ് ആയിരുന്നു. വലിയ സ്നേഹവും കാണി എങ്ങനെയും അബ്രഹാമിനെയും ഇസ്മായിലിനെയും ആഗാറിനെയും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അബ്രഹാമിൻ്റെ ഇൻറ്റൻഷൻ. സാറായും അബ്രഹാമും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ ഇസ്മായിൽ ആയതുകൊണ്ട് എനിവേ ഗെറ്റ് റിഡ് ഓഫ് ദറ്റ് പ്രോബ്ലം, അവനെ എങ്ങനെയും ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. സോ അബ്രഹാമും ഇസ്മായിലും തമ്മിലുള്ള അപ്പനും മകനുമുള്ള ബന്ധം ഇറ്റ്സ് എ ലോവർ ഇൻറ്റിമസി ആൻഡ് ലോവർ. അതുകൊണ്ട് എന്താ പറ്റിയത്, ആ ഇസ്മായിലിനെ നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ ഇസ്മായിലിന് പറ്റിയ പ്രോബ്ലം എന്താണ്, ഇറ്റ് മെയ്ഡ് ഹിം ഐസൊലേറ്റഡ്. വാഗ്ദത്ത സന്തതി എന്ന് പറയുന്ന ഇസ്ഹാക്കിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ ഇസ്ഹാക്കിൻ്റെ ചുറ്റിനും കാര്യങ്ങൾ നടന്നു. ഇസ്മായിൽ ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളായി മാറി. ഹീ ബിക്കേം ഹിംസെൽഫ് ഐസൊലേറ്റഡ്. അവൻ സമൂഹത്തിന് കൊള്ളാത്തവനായി, സമൂഹത്തിന് പ്രയോജനമില്ലാത്തവനായി, ദുഷ്ടതയിലേക്ക് അവൻ നയിക്കപ്പെടാൻ ഹീ ബിക്കേം ഐസൊലേറ്റഡ്. ഇഫ് അബ്രഹാം, ഞാൻ പറയുന്നു, അബ്രഹാം ഇസ്മായിലിനെ കുറച്ചുകൂടെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇസ്മായിൽ ഒരിക്കൽ പോലും വഴിതെറ്റി പോകത്തില്ലായിരുന്നു. അപ്പോൾ ഇസ്മായിലിനെ അവഗണിച്ചതുകൊണ്ട് ഹീ ബിക്കേം ഐസൊലേറ്റഡ്. അവൻ വനാന്തരങ്ങളിലും അല്ലെങ്കിൽ കാടുകളിലും മേടുകളിലും സഞ്ചരിക്കുന്നു. അവൻ ഒരു വില്ലാളി വീരനായി മാറി. ഹീ ബിക്കേം വെരി ഫ്യൂരിയസ്, ദേഷ്യമുള്ളവനായി മാറി. കാരണം അപ്പൻ അവനെ അവഗണിച്ചു. അമ്മയും അപ്പനെയും ഒറ്റയ്ക്ക് മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് ഉപേക്ഷിച്ചതായ അബ്രഹാമിൻ്റെ മുന്നിലേക്ക് വരുന്ന ഇസ്മായിൽ പറയുന്നത് എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചവനാണ്. അപ്പോൾ ദാറ്റ് മെയ്ഡ് ഹിം വെരി ഫ്യൂരിയസ്. അവനെ ഒരു വലിയ ദേഷ്യക്കാരനായി, സ്വഭാവത്തിലുള്ള വ്യത്യസ്തതകൾ അവൻ്റെ മുന്നിലേക്ക് വന്നു. മിക്സഡ് മാരേജിലേക്ക് അവസാനം ലീഡ് ചെയ്തു. അവനെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് അവൻ ഒരു സമ്മിശ്ര വിവാഹത്തിലേക്ക് വരെയും എത്തിച്ചേർന്നു. സി, അപ്പോൾ ആ ഇസ്മായിലിനോടുള്ള ബന്ധത്തിൽ അബ്രഹാം പരാജയപ്പെട്ടത് ബിക്കോസ് ഓഫ് നെഗ്ലക്റ്റിംഗ് പാരൻറ്റിംഗ് മോഡൽ, അവഗണിച്ച ശൈലിയായി മാറി.
സോ ലോവർ ലെവൽ ഓഫ് ഇൻറ്റിമസി ആൻഡ് ലോവർ ലെവൽ ഓഫ് കൺട്രോൾ. മൂന്നാമത്തെ ഒരു പാരൻറ്റിങ് മോഡലാണ് അതോറിറ്റേറിയൻ പാരൻറ്റ്, അധികാരത്തിൻ്റെ ഒരു ഏകാധിപതി ശൈലിയിലുള്ള ഒരു പാരൻറ്റിങ്. ഇറ്റ് ഈസ് ലോവർ ഇൻറ്റിമസി ആൻഡ് ഹയർ ലെവൽ ഓഫ് കൺട്രോൾ. സ്നേഹം ഒട്ടും പ്രകടിപ്പിക്കത്തില്ല, എന്നാൽ ഭയങ്കര നിയന്ത്രണമാണ്. സ്നേഹം ഒട്ടും കാണിക്കത്തില്ല. നേരത്തെ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ എന്താണ്? ലോവർ ലെവൽ ഓഫ് ഇൻറ്റിമസി ആൻഡ് ലോവർ ലെവൽ ഓഫ് കൺട്രോൾ. സ്നേഹവും ഇല്ല, നിയന്ത്രണവും ഇല്ല. എന്നാൽ ഇത് വേറൊരു അപകടമാണ്. സ്നേഹം ഒട്ടുമില്ല, പക്ഷേ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് പോകരുത്, അവിടെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കരുത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യും. എന്നാൽ ഒരു നിമിഷം ഒരു ജസ്റ്റർ പോലും നമ്മൾ സ്നേഹത്തോടെ എന്ത് ചെയ്യുന്ന മക്കളോട് ഇടപെടുന്നില്ല. സോ ലോവർ ഇൻറ്റിമസി അറ്റ് ദ സെയിം ടൈം ഹയർ ലെവൽ ഓഫ് കൺട്രോൾ. ചിരിക്കത്തില്ല, പക്ഷെങ്കിൽ ഭയങ്കര നിയന്ത്രണം. എനിക്കറിയാം, ഒരു പാരൻറ്റ് ഗൾഫിലുള്ള ഒരു പിതാവാണ്. ഭയങ്കര നിയന്ത്രണമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 6 മണി എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണം, 6 മണി കഴിഞ്ഞാൽ നീ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറില്ലെന്നെങ്കിൽ ഭയങ്കര നിയന്ത്രണം. ഒരു ദിവസം ഈ പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടെയാണെന്ന് അറിയത്തില്ല. സൗദി അറേബ്യയിൽ വിട്ട് ഇറങ്ങിപ്പോയി മണിക്കൂറുകൾ ആളെ കാണുന്നില്ല. അവസാനം എല്ലാവരും കൂടെ ചെന്ന് കണ്ടുപിടിച്ച് അപ്പ ദേഷ്യപ്പെട്ടതും അപ്പ ഇങ്ങനെ നിയന്ത്രിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ് ആ മോൻ അവസാനം പറയും. സോ ഭയങ്കര നിയന്ത്രണവും കുറഞ്ഞ സ്നേഹവും കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാകുക. സോ ദാറ്റ് ഈസ് വുഡ് ബി എ ട്രഡീഷണൽ പാറ്റേൺ. പലപ്പോഴും കുറച്ചുകൂടെ നമ്മുടെ പഴയ പിതാക്കന്മാരുടെയൊക്കെ ശൈലി അങ്ങനെ തന്നെയാണ്. ഇവരിരിക്കുന്ന ചില മുതിർന്ന ആൾക്കാരോട് ചോദിച്ചാൽ പറയും, എൻ്റെ പിതാവൊന്നും എന്നെ നോക്കി ചിരിച്ചിട്ട് പോലും ഇല്ലെന്നൊക്കെ, ഒരു ഉമ്മ പോലും എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടില്ലെന്ന് ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും, അല്ലേ? ഒരു ട്രഡീഷണൽ പാറ്റേൺ. പണ്ടത്തേക്ക് ഒരു അപ്പൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഗൗരവക്കാരൻ്റെ ഒരു ഇമേജാണ്. എന്ന് പറഞ്ഞാൽ മോനോടും മക്കളോടും അങ്ങനെ ചിരിക്കാനൊന്നും പാടില്ല, ഒത്തിരി ചിരിക്കുകയും അവരോട് ഇടപെടുകയൊന്നും ചെയ്യരുത്. സോ അങ്ങനെ ട്രഡീഷണൽ പാറ്റേൺ ആയതുകൊണ്ട് പലപ്പോഴും ഭയങ്കര അപ്പനെന്ന് പറയുമ്പോൾ നമുക്കങ്ങ് പേടിച്ചു പോകും. അവരെ വിളിക്കുന്ന ഡോൺ ഡു ചൈൽഡ് എന്നാണ്. ഞാൻ പറഞ്ഞു ഡോൺ ഡു ചൈൽഡ് പറഞ്ഞാൽ അവരെപ്പോഴും കേൾക്കുന്നത് ഡോൺ ഡു ചെയ്യരുത് അത് ചെയ്യരുത്. സോ അവരെ വിളിക്കാൻ പറ്റുന്ന നല്ല പേര് ഡോൺ ഡു ചൈൽഡ്. അവരോടൊന്നും ഇതെന്നാൽ ചെയ്യുന്നവരോട് ഒരിക്കലും കേട്ടിട്ടില്ല. അവരെപ്പോഴും കേൾക്കുന്നത് എന്താണ്? ചെയ്യരുത്. സോ അവരെ വിളിക്കുന്നത് ഡോൺ ഡു ചൈൽഡാണ്. അവർ ജീവിതത്തിൽ കേൾക്കുന്നത് ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അവിടെ നിൽക്കരുത്, ഇങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഡോൺ ഡു മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. സോ സ്നേഹമെന്ന് പറയുന്നത് ലവ് ഈസ് ലേൺഡ് ഇമോഷൻ. അത് കുഞ്ഞുങ്ങൾ അത് ഈ സ്നേഹം എന്ത് ചെയ്യണം? അത് അറിയുന്ന, അതെങ്കിൽ പഠിക്കുന്ന ഒരു ഇമോഷനാണ്. ഞാൻ പെട്ടെന്ന് പോട്ടെ. അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. അഡോൾഫ് ഹിറ്റ്ലർ ഈ ലോകം കണ്ട ഒരു ഏകാധിപതിയും അതുപോലെ തന്നെ ഒരു ഭയങ്കര ക്രൂരനായ വ്യക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ മാതാവ് തന്നെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്രോബ്ലം, അപ്പനും അമ്മയും തമ്മിലുള്ള വിഷയ നിമിത്തമായിട്ട് അവർക്ക് ഈ അഡോൾഫ് ഹിറ്റ്ലറിന് എന്ത് ചെയ്തില്ല? അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ല. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിനെ പിന്നീട് ഈ സ്നേഹം കിട്ടാഞ്ഞതുകൊണ്ട് തൻ്റെ സെക്കൻഡ് മദർ ഭയങ്കര കർശനമായിട്ട് തന്നെ നിയന്ത്രിക്കുകയും തന്നെ ഒട്ടും സ്നേഹിക്കാതിരിക്കുകയും ചെയ്തു. അത് നിമിത്തമായിട്ട് ആ സെക്കൻഡ് മദർ ഒരു വികലാംഗയായിരുന്നെന്നാണ് കേട്ടത്. ആ സ്ത്രീയെ, അല്ലെങ്കിൽ പിന്നീടുള്ള ഹിറ്റ്ലറിൻ്റെ ചരിത്രത്തിൽ അന്ന് ജർമ്മനിയിലുണ്ടായിരുന്ന സകല വികലാംഗരെയും കൊന്നെന്നാണ് ഹിറ്റ്ലറിൻ്റെ ഒരു ചരിത്രത്തിൽ വായിക്കുന്നത്. ബിക്കോസ് ഹി സീസ് എല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരാണ് തൻ്റെ അമ്മയാണെന്ന് താൻ വിചാരിക്കും. അതുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൊന്നൊടുക്കിയെന്നാണ് ഹിറ്റ്ലറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. സോ അതോറിറ്റേറിയൻ പാരൻറ്റ്, ഏകാധിപത്യ ശൈലിയുടെ ഒരു പാരൻറ്റിങ് മോഡൽ. ഈ 3 പാരൻറ്റിങ്ങും മേ ബി ദർ ആർ സം പോസിറ്റീവ് സൈഡ്സ്, ബട്ട് ഓവറോൾ ദർ ആർ വേരിയസ് ലിമിറ്റേഷൻസ്. എന്നാൽ ഞാൻ ഒരു മോഡൽ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത് മോഡൽ പാരൻറ്റിങ്, ദാറ്റ് ഈസ് അതോറിറ്റേറ്റീവ് പാരൻറ്റ്. നേരത്തെ പറഞ്ഞത് അതോറിറ്റേറിയൻ പാരൻറ്റിങ് ആണ്, ഏകാധിപത്യ ശൈലി. ബട്ട് അതോറിറ്റേറ്റീവ് പാരൻറ്റ് എന്ന് പറഞ്ഞാൽ higher intimacy at the level and at the same time higher level of control. നല്ല തികഞ്ഞ സ്നേഹവും തികഞ്ഞ നിയന്ത്രണവും. തികഞ്ഞ സ്നേഹവും തികഞ്ഞ നിയന്ത്രണവും ഉള്ളതാണ് ഐ വുഡ് സേ ദി റൈറ്റ് മോഡൽ ഓഫ് പാരൻറ്റിങ്. നല്ല സ്നേഹം കൊടുക്കണം, അപ്പോൾ തന്നെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കുകയും വേണം. നല്ല സ്നേഹവും കൊടുക്കണം. വഴക്ക് പറഞ്ഞത് എന്തിനാണെന്ന് ആ കുഞ്ഞിന് അറിയുകയും വേണം. വഴക്കിൻ്റെ സീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിടിച്ച് 2 ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റാക്കി വിടുകയും ചെയ്തു. സോ ഹയർ ലെവൽ ഓഫ് ഇൻറ്റിമസി അറ്റ് ദ സെയിം ടൈം ഹയർ ലെവൽ ഓഫ് കൺട്രോൾ.
ഇതിന് നല്ല ഉദാഹരണമാണ് യേശുവിൻ്റെ അമ്മ യോസഫും മറിയയും. യോസഫും മറിയയും കുറിച്ച് നമ്മളൊന്നും ജസ്റ്റ് ചിന്തിച്ചു പോകാം. നമുക്ക് ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് യോസഫും മറിയയും പതിവ് പോലെ എവിടെ പോയി എന്നാണ് വായിക്കുന്നത്? ദേവാലയത്തിൽ പോയി. ദേവാലയത്തിൽ പോയപ്പോൾ കൂടെ ആരും പോയി? യേശുവും പോയി. ദാറ്റ് മീൻസ് ദേവാലയത്തിൽ പോകുമ്പോൾ നീ എന്ന വീട്ടിൽ ഇരുന്നോടാ, നീ ട്യൂഷൻ നിനക്ക് ഒത്തിരി പഠിക്കാനുണ്ടെങ്കിൽ നീ അവിടെ ഇരുന്ന് പഠിച്ചോ, ഞങ്ങൾ പോയിട്ട് വരാമെന്നല്ല യോസഫും മേരിയും പറഞ്ഞത്. അവർ പതിവ് പോലെ പോകുന്ന സമയത്ത് ആരും കൂടെ പോകുന്നുണ്ട്? യേശുവും അവരോടൊപ്പം പോകുന്നുണ്ട്. സോ പേരൻറ്റ് ബിക്കം എൻ എക്സംപ്ലറി മോഡൽ എന്ന് പറഞ്ഞാൽ അവർ ദേവാലയത്തിൽ പോകുന്നത് കണ്ടിട്ടാണ് യേശുവിനും പിന്നീട് ദേവാലയത്തിൽ പോകാനായിട്ട് തോന്നേണ്ടതെന്ന് ഈ മാതാപിതാക്കൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചർച്ചിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ ചർച്ചിൽ വരാനും പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ പേരൻസിനെ നോക്കി കുഞ്ഞുങ്ങൾ പറയാം, പപ്പ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, പപ്പ ചർച്ചിൽ പോകുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നതിനെക്കാട്ട് മുമ്പിൽ ഈ ജോസഫും മേരി എന്താ ചെയ്തത്? ദേ ബിക്കം എൻ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയപ്പോൾ ആ പതിവിനകത്ത് ആരൂടെ ഉൾപ്പെട്ടു? യേശുവും അവരോടൊപ്പം ചേർന്നു. സോ പേരൻസ് വിത്ത് പൈറ്റി ആൻഡ് എക്സംപ്ലറി ലൈഫ്, ഭക്തിയും മാതൃകയും കാണിക്കുന്ന ഒരു അപ്പനും അമ്മയുമായിരുന്നു യോസഫും മേരിയും. അതുകൊണ്ട് യേശുവിന് അവരോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു. യേശു സ്ഥിരമായി ദേവാലയത്തിൽ പോവുകയും ചെയ്തു. മാത്രമല്ല, പേരൻസ് ഹു ലുക്ക് ആഫ്റ്റർ, യേശുവിനെ അഴിച്ചുവിട്ട് തോന്നിയ വഴി കൂടെ പോയില്ല. യേശു അവിടെ വെച്ചൊന്ന് യേശുവിനെ മിസ് ചെയ്തപ്പോൾ പല ദിവസങ്ങൾ മുന്നിൽ അല്ലെങ്കിൽ കുറേ ദൂരം അവർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യേശു അവരോടൊപ്പം ഇല്ല എന്ന് മനസ്സിലാക്കിയ യോസഫും മേരിയും അവൻ എവിടെയെങ്കിലും പോയി കിടന്നത്, സന്ധ്യ ആകുമ്പോൾ അവൻ കയറി വന്നോളും എന്നാണോ പറഞ്ഞത്? ദേ ജസ്റ്റ് റിട്ടേൺഡ്. അവർ തിരിച്ചു പോയി എന്ത് ചെയ്തു? യേശുവിനെ അന്വേഷിച്ചു പോയി. സോ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് വളരെ വിജിലാകാനും അന്വേഷിക്കാനും അവരെ ശ്രദ്ധിക്കുന്നതുമായ ഒരു പേരൻ്റാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് മോഡൽ നമ്മുടെ യോസഫും മറിയയും. എന്ത് യേശുവിനെ കണ്ടില്ല എന്ന് കേട്ടപ്പോൾ തിരിച്ച് യേശുവിനെ അന്വേഷിച്ച് പോയി. അതുമാത്രമല്ല, ഈ യോസഫിൻ്റെയും മറിയയുടെയും ജീവിതം ഒന്നുകൂടെ പരിശോധിച്ച് നോക്കിയാൽ പേരൻസ് ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യേശുവിൻ്റെ മേൽ അല്പം സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നതാനും. അപ്പോൾ ഇവർ നേരെ തിരിച്ചെങ്ങോട്ടാണ് വന്നത്? ദേവാലയത്തിലേക്ക് തന്നെ വന്നത്. കാരണം അവർക്കറിയാം യേശു അവിടെ ക്ലബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലോ പോകത്തില്ല. യേശു എവിടെ തന്നെ കാണും? ദേവാലയത്തിൽ തന്നെ കാണുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ദാറ്റ് മീൻസ് യേശുവിനെ ഇടയ്ക്കിടയ്ക്ക് എവിടെ വിടുമായിരുന്നു? തനിയെ ദേവാലയത്തിൽ വിടുമായിരുന്നു. അവൻ ദേവാലയത്തിൽ പോയി ശാസ്ത്രിമാരോട് അവിടെയുള്ള ആൾക്കാരോടൊക്കെ വർത്തമാനം പറയുകയും അവരോട് സഹവസിക്കുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് യേശുവിനെ കണ്ടില്ല എന്ന് കണ്ടപ്പോൾ അവർ നേരെ തിരിച്ച് ചെന്നത് എവിടോട്ടാണ്? ദേവാലയത്തിലോട്ടാണ് വന്നത്. കാരണം അവർക്കറിയാം യേശു പതിവായി യേശുവിനെ പോകാൻ അനുവദിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദേവാലയം. സോ there was a kind of a control, at the same time there was a liberty. യേശുവിന് സ്വതന്ത്രമായി പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ നിയന്ത്രണവും ഉണ്ടായിരുന്നു. യേശുവിനെ കൂടെ കൊണ്ടുപോയി. എന്നാൽ യേശു ഒറ്റയ്ക്ക് പല സമയത്തും ദേവാലയത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ അപ്പനമ്മമാർ ദേവാലയത്തിൽ തന്നെ വന്ന് അന്വേഷിച്ചത്. സോ ലെറ്റ് മീ ടെൽ യു, ഈ 4 പേരൻറ്റിങ് മോഡലിൽ നമുക്ക് ഏത് പേരൻറ്റിങ് മോഡലാണ് കുറച്ചുകൂടെ അഭികാമ്യം? ദി അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ലൈഫ് ഓഫ് ജോസഫ് ആൻഡ് മേരി ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അവിടെ എന്താണുള്ളത്? ഹയർ ലെവൽ ഓഫ് ഇൻറ്റിമസി ആൻഡ് ഹയർ ലെവൽ ഓഫ് കൺട്രോൾ. ഉയർന്ന സ്നേഹവും ഉയർന്ന നിയന്ത്രണവും. അടുത്തത് പെട്ടെന്ന് പോകാം. റോൾ ഓഫ് എ ഫാദർ, ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ ഇരിക്കുമ്പോൾ LM-കാരാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് LM-ൻ്റെ പ്രോഗ്രാമല്ല, ഇത് നമ്മുടെ സഭയുടെ പ്രോഗ്രാമാണ്. സോ പാരൻറ്റിങ് റോളിൽ പിതാവിനും മാതാവിനും തുല്യമായ പങ്കാളിത്തമുണ്ട്. എന്നാൽ സ്പെസിഫിക്കലി സംതിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫാദർ. അതിലൊന്നാണ് സ്പിരിച്വൽ ലീഡർ ഓഫ് ദി ഫാമിലി. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ പിതാക്കന്മാരോട് പറയുന്നുണ്ട്, അവരെ എന്ത് ചെയ്യരുത്, കോപിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പിതാവിന് കൊടുക്കുന്ന ഒരു എക്സോട്ടേഷനാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്പിരിച്വൽ
ലീഡർ ആരാന്ന് ചോദിച്ചാൽ അവിടുത്തെ അപ്പനാണ്. ഈ വാക്യം ഒന്ന് എടുത്തവരൊന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 6:4. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പോറ്റി വളർത്തുക. ആരോടാ പറഞ്ഞത്? പിതാക്കന്മാരെ എന്ന് പറഞ്ഞാണ് അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. സോ പിതാവിനോട് പറയുകയാണ്, യു ബിക്കം എ ലീഡർ ഓർ സ്പിരിച്വൽ ലീഡർ ഓഫ് യുവർ ഫാമിലി. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്താനും അവർക്ക് വേണ്ടതായ ശിക്ഷണങ്ങൾ നൽകാനും ഫാദർ ഹാസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. പലപ്പോഴും അപ്പൻ അല്ലെങ്കിൽ വീട്ടിലെ പിതാവ് ജോലിയൊക്കെ തിരക്കിനിടയിലൊക്കെ അകപ്പെട്ട് ചിലപ്പോൾ വരുമ്പോൾ ഈ മാറ്റേഴ്സ് ഒന്നും ശ്രദ്ധിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരികയില്ല. എന്നാൽ വേദോസം പറയുന്നത് യു ഷുഡ് ബി ദ ലീഡർ ഓഫ് യുവർ ഹൗസ് ഇൻക്ലൂഡിങ് ദ സ്പിരിച്വൽ മാറ്റർ. ആത്മീയ വിഷയത്തിൽ പിതാവിനാണ് സകല നിയന്ത്രണമുള്ളത്. ആൻഡ് പ്രൊവൈഡർ ആൻഡ് പ്രൊട്ടക്ടർ. 1 തിമോത്തിയോസ് 5:8 വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു. ഈ തലമുറയ്ക്ക് ആവശ്യമുള്ളതായ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പ്രൊവൈഡ് ചെയ്യാനും അവരെ സംരക്ഷിക്കേണ്ടതും ചുമതല ആർക്കാണ്? പിതാവിനാണ്. ടു ഗീവ്, പ്രൊവൈഡ് ആൻഡ് ടു പ്രൊട്ടക്റ്റ്. അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാനുള്ള, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വർക്കിംഗ് ക്ലാസ്, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഈക്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇന്നത്തെ സെക്കുലർ വേൾഡിൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എവറി ജെൻഡർ ഹാസ് ആൻ ഈക്വാലിറ്റി. അപ്പനും അമ്മയും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞത്. ഐ ആം നോട്ട് നെഗേറ്റിംഗ് ഓൾ ദാറ്റ് കൺസേൺസ്, ബട്ട് ഇൻ അവർ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ്, ആത്മീയ തലത്തിൽ പിതാവാണ് എന്ത് ചെയ്യുന്നത്? എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ടീച്ച്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത് നിൻ്റെ മക്കളെ എന്ത് ചെയ്യുക? ഉപദേശിക്കുക എന്ന് അവിടെ അപ്പന്മാരോടാണ് മോശ പ്രബോധിപ്പിക്കുന്നത്. ടു ടീച്ച് ആൻഡ് മേക്ക് ദം ഡിസൈപ്പിൾസ്. സോ ടു ബീയിങ് എ ഡിസൈപ്പിളർ, ഓർ അവരെ പഠിപ്പിക്കാനും അവരെ ടീച്ച് ചെയ്യാനും ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത്? ഒരു അപ്പനെയാണ് അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആസ് എ ഫാദർ ഹീ ഷുഡ് ബി എ ടീച്ചർ ടു ഹിസ് സൺ ഓർ ഡോട്ടർ. തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ മകൾക്കോ മകനോ വേണ്ടി ഒരു ടീച്ചറിൻ്റെ റോളാണ് പ്ലേ ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് എ സ്പിരിച്വൽ ലീഡറാണ് ഫാമിലിയിലെ. അവിടെ പ്രൊവൈഡർ ആൻഡ് പ്രൊട്ടക്ടറാണ്, ടീച്ചർ ആൻഡ് ഒരു ഡിസൈപ്പിളറാണ്. എക്സാമ്പിൾ ഓഫ് ഗോഡ് ആസ് ഫാദർഹുഡ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്? ദൈവം ഒരു പിതാവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം മനസ്സിലാക്കുന്ന ദൈവം ഒരു അമ്മയാണെന്നാണോ? മേ ബി അമ്മയുടെ ക്വാളിറ്റീസൊക്കെ ദൈവത്തിലുണ്ട്. എന്നാൽ പോലും നമ്മൾ പിതാവായ ദൈവം എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. വി കൺസിഡർ ഗോഡ് ആസ് എ ഫാദർ. ദൈവത്തെ നമ്മൾ പിതാവെന്നുള്ള നിലയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പിതാവായ ദൈവത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തിൽ എൻ്റെ പിതാവ് ആരാണെന്നുള്ള നിലയിലാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. ലോകത്തിൽ പിതാവ് പ്രാർത്ഥനയ്ക്കും പോകത്തില്ല, കള്ളു കുടിച്ച് തെക്ക് വടക്ക് നടക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനോട് പറയുകയാണ് നിൻ്റെ ദൈവം പിതാവായ ദൈവമാണ്. പിതാവ്, ഐ കാനോട്ട് റിലേറ്റ് ഗോഡ് വിത്ത് എ ഫാദർ, ബിക്കോസ് ഞാൻ ഫാദർ എന്ന് പറയുന്ന ആൾ ആരാ? ഒട്ടും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശരിയായ നിലയിൽ ഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ ഹൗ ക്യാൻ എ ചൈൽഡ് കം ടു നോ ദാറ്റ് അവർ ഗോഡ് ഈസ് എ ഫാദർ? അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ പിതാവ് ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ പിതാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് നല്ലൊരു എക്സാമ്പിൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും ഉണ്ടായ ഒരു ചലഞ്ചാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ക്യാമ്പിനാണെന്ന് തോന്നുന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു പ്രൈവറ്റ് ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരിപ്പം ദൈവം നമ്മുടെ പിതാവാണ്, ഒരു പിതാവിന് എന്തൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അറിയാം, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവം എന്നൊക്കെ പ്രസംഗിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ നമ്മുടെ അടുത്ത് ചെന്നിട്ട്, പാസ്റ്ററങ്ങളെ വാസ്തവത്തിൽ ദൈവം പിതാവാണോ? അതെന്താ? ഞാൻ ചോദിച്ചു അതെന്താ? പിതാവാണെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ഇഷ്ടമല്ല. കാരണം എൻ്റെ വീട്ടിലെ പിതാവ് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയും അതുമാത്രം എൻ്റെ അമ്മയെ തല്ലുകയും എൻ്റെ വീട്ടിൽ കള്ളു കുടിച്ച് കയറി വരികയും
ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ദൈവം ഒരു പിതാവാണെന്ന് പറയുന്നതിന് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നില്ല. അപ്പോൾ എന്നോട് കറക്റ്റ് ചെയ്ത് ചോദിച്ചാൽ പിതാവെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ മനസ്സിലാക്കണോ എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാനും ചിന്തിച്ചത് ശരിയാണല്ലോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പിതാവ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നെഗറ്റീവ് ഇമേജാണ് പിതാവിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആർ വി ഏബിൾ ടു പ്രസൻറ്റ് ദംസെൽഫ് ഓർ പ്രസൻറ്റ് ബിഫോർ ദം ആസ് എ ഐഡിയൽ ഫാദർ? ഒരു അപ്പനായി അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ പിതാവായ ദൈവത്തിന് അവരെ കണ്ടുമുട്ടാൻ കഴിയത്തുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ അവർക്ക് ചെന്നെത്താനായിട്ട് കഴിയുകയുള്ളൂ. എൻകറേജർ ആൻഡ് സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെ എൻകറേജ് ചെയ്യാനും കഴിയുന്നത് പിതാവിനാണ്. കാരണം നോർമലി ഈ അമ്മമാർ ഒത്തിരി വഴക്ക് പറയും, ഒത്തിരി അവരെ ശാസിക്കും. എന്നാൽ പിതാവ് ഈ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ സൈക്കോളജി ചോദിച്ചാൽ അവർ പപ്പയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഉള്ളിൽ അവർ പറയും ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഉള്ളിൽ ദേ ഗീവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹയർ എലിവേഷൻ ഫോർ ഫാദർ. അതെന്താണെന്നറിയത്തില്ല, അതങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മക്കളോട് ഞാൻ ചോദിച്ചു പപ്പയാണോ അമ്മയാണോ ഇഷ്ടമെന്ന്. ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പപ്പയും മമ്മിയും ഒരുപോലെ ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് ഒരാളെ മാറ്റി നിർത്തി പ്രൈവറ്റായിട്ട് ചോദിച്ചു, നീ ഒന്നുകൂടെ പറഞ്ഞാൽ ഏതെയാണ് ഇഷ്ടം? പപ്പ എനിക്ക് ഇച്ചോടെ ഇഷ്ടം. അപ്പോൾ പിതാവിനെ അവരൊരു സപ്പോർട്ടറായിട്ടും അവരൊരു എൻകറേജറായിട്ടുമാണ് കാണുന്നത്. അവരെ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് പിതാവ്. സോ ദിസ് റോൾ ക്യാൻ ബി വെരി സിഗ്നിഫിക്കൻറ്റ് ഫോർ ഫാദർ. ഒരു അപ്പൻ എന്ന നിലയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ എൻകറേജ് ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ വേണ്ടതില്ല. സോ സ്പിരിച്വൽ ലീഡർ ഓഫ് ദി ഫാമിലി, പ്രൊവൈഡർ ആൻഡ് പ്രൊട്ടക്ടർ, ടീച്ചർ, എക്സാമ്പിൾ ഓഫ് ഗോഡ് ആസ് ഫാദർഹുഡ് ആൻഡ് എൻകറേജർ ആൻഡ് സപ്പോർട്ടർ. വാക്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ്, ദ റോൾ ഓഫ് മദർ. തീർച്ചയായിട്ടും ഇപ്പോഴും വീണ്ടും ഞാൻ പറയുന്നു, ഡിസ്ക്ലെയിമർ പറയുന്നു, ഇത് വേർതിരിച്ചൊരു റോളാണെന്ന് ചിന്തിക്കരുത്. ഇറ്റ് ക്യാൻ ബി എ ജോയിൻറ്റ് എഫേർട്ട്. മാതാവിനും പിതാവിനും ഒരുമിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നാൽ കൂടി സ്പെസിഫിക്കലി എ മദർ ക്യാൻ ഗീവ് മോർ അറ്റൻഷൻ ടു സം ഏരിയ ആൻഡ് ഫാദർ ക്യാൻ ഗീവ് സം മോർ അറ്റൻഷൻ ടു ദോസ് ഏരിയാസ് വിച്ച് ഐ ഹാവ് സെഡ് ഏർലിയർ. മദർ എന്ന് പറയുന്നത് വേദോത്സവം തന്നെ അമ്മയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇമേജ് കൊടുത്തിരിക്കുന്നത് കെയർ ടേക്കർ, കെയർ ഗിവർ, നർച്ചറർ, അവരെ പരിപാലിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന, അവർക്ക് ആഹാരം കൊടുക്കുന്ന, അവർക്ക് വേണ്ടതായ എല്ലാം അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല ആവശ്യങ്ങൾ കാണും. അവരെ നർച്ചർ ചെയ്യുകയും അവരെ വളർത്തുന്നതായ, അവർക്ക് ഒരു കെയർ ഗിവർ എന്നുള്ള ലെവലിൽ മദറിനാണ് ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യാൻ കഴിയുന്നത്. അമ്മയ്ക്കാണ് അവരെ പരിപാലിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. കുറച്ചുകൂടി ഇൻറ്റിമേറ്റായിട്ട് അവരെ നർച്ചർ ചെയ്യാനായിട്ട്, അവരെ കുറച്ചുകൂടെ പല ശീലങ്ങൾ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനും അവർക്കൊരു കെയർ കൊടുക്കാനും കഴിയുന്നത് അമ്മയ്ക്കാണ്. അമ്മമാരാണല്ലോ സാധാരണ കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കാനായിട്ടും അവർക്ക് അസുഖം വരുമ്പോൾ അവരുടെ അടുക്കൽ എപ്പോഴും ചെല്ലാനായിട്ടും രാത്രിയിലൊക്കെ എത്ര ഉറക്കളച്ചാലും അമ്മമാരാണ് കുറച്ചുകൂടെ വറീഡാകുന്നത്, അമ്മമാരാണ് അവരുടെ അടുത്ത്. സോ മദർ ക്യാൻ ബി എ കെയർ ഗിവർ. അവർക്ക് നല്ല സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ്, നർച്ചർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അതുമാത്രമല്ല ജ്ഞാനം. അതുകൊണ്ട് സദൃശ്യവാക്യം, അമ്മയുടെ ജ്ഞാനം എന്ത് ചെയ്യരുത്, അമ്മയുടെ ഉപദേശം നിരസിക്കരുത്. സോ നല്ല ഉപദേശം തരാൻ കഴിയുന്നത് അമ്മമാർക്കാണ്. വിസ്ഡം എല്ലാം കൊടുക്കാൻ, ഇമ്പാർട്ട് ചെയ്യാൻ കഴിയുന്നത് അമ്മമാർക്കാണ്. സോ മദർ ക്യാൻ ഇമ്പാർട്ട് വിസ്ഡം, നല്ല ഉപദേശം, ജ്ഞാനം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഡിസിപ്ലിൻസ്, മാനേഴ്സ്, ഇതെല്ലാം കുറച്ചുകൂടെ അമ്മമാർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. നല്ല മാനേഴ്സ്, ബിഹേവിയർ ഡെവലപ്മെൻറ്റ്സ്. അടുത്തൊരു ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട് ബിഹേവിയറൽ ട്രെയിനിങ്. ബിഹേവിയറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണ്? അമ്മയ്ക്കാണ്. നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ്, ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇതെല്ലാം കൊടുക്കുന്നത് ആർക്കാണ്? അമ്മമാരാണ് അതിൻ്റെ പുറകെ കുറച്ചുകൂടെ ഇൻവോൾവ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അമ്മമാർക്ക് റെസ്പോൺസിബിലിറ്റി ഒഴിവാനായിട്ടാണ് വലിയ പിള്ളേർ വലുതായാലും നമ്മൾ ഡയപ്പർ കെട്ടി വിടുന്നത്. കാരണം അമ്മയ്ക്ക് ഇതുവരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള കറേജ് ഇല്ല.
എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ സെൽഫായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടതെന്ന് അമ്മമാർക്കത് ദേ ഫീൽ വെരി ഫിയർഫുൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത്. സോ അമ്മമാർക്ക് കുറച്ചുകൂടെ അവരുടെ ബിഹേവിയറൽ പാറ്റേൺസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചില സമയത്ത് ഈ കൊച്ചു പിള്ളേരൊക്കെ അവർ ഇവിടെ മുമ്പിരിക്കും, അവർക്ക് ഷെയിമായിരിക്കും. ഞങ്ങളുടെ മെത്തയിലെല്ലാം അവർ എന്ത് ചെയ്തു, രാത്രിയിലെല്ലാം എല്ലാം ഒഴിച്ചെല്ലാം നശിപ്പിച്ച് എഗെയിൻ വി തോട്ട് ദാറ്റ് നമ്മളത് ട്രെയിൻ ചെയ്യിക്കണമല്ലോ, അവരെ അതിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് മോനെ അങ്ങനെയല്ല, ഇത് ടോയ്ലറ്റിൽ ചെന്ന് ചെയ്യേണ്ട കാര്യമാണ്, ബട്ട് ചെയ്യരുത് എന്ന് പല പ്രാവശ്യത്തെ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷം സ്ലോലി അവരുടെ മൈൻഡും ബോഡിയും അതിന് റെഡിയായി വന്നു. എന്നാൽ അതിനെ സഫർ ചെയ്തു ഞങ്ങൾക്ക് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അതിൻ്റെ സ്മെല്ലുണ്ടാവും, മെത്തയെല്ലാം സ്പോയിലാവുന്നു, ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ടായി. ചില സമയത്ത് ചർച്ചിൽ പോയി പായൽ അതൊക്കെ വലിയ പ്രോബ്ലം ഉണ്ടാവും. എന്നാൽ പോലും വി മേക്ക് എ പോയിൻറ്റ് ദാറ്റ് അവർക്ക് അത് എന്ത് ചെയ്യണം, അത് പഠിക്കണം. അപ്പോൾ ദാറ്റ് ബിക്കംസ് എ ബിഹേവിയറൽ പാറ്റേൺ ദാറ്റ് ക്യാൻ ട്രൂലി ഇമ്പാർട്ട് ബൈ എ മദർ. നല്ല സ്വഭാവങ്ങൾ, ശീലങ്ങൾ, എവിടെയെങ്കിലും ചെന്നാൽ എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, കഴിക്കേണ്ടത് എങ്ങനെയാണ്, ഇരിക്കേണ്ടത് എങ്ങനെയാണ്, നടക്കേണ്ടത് എങ്ങനെയാണ്, ദിസ് ഓൾ തിങ്സ് ക്യാൻ ബി ടോട്ട് ബൈ എ മദർ. മദറിന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അപ്പനും അതിനെ ഒഴിവാക്കാൻ പറ്റുമെന്നല്ല, ജോയിൻ്റ്ലി ദേ ക്യാൻ ഡു ഇറ്റ്. മിനിസ്ട്രി അറ്റ് ഹോം, അമ്മയുടെ വലിയൊരു ജോലിയാണ് വീട്ടിലെ ശുശ്രൂഷ മുഴുവൻ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ വീട്ടിലെ പാസ്റ്റർ, അല്ലെങ്കിൽ ആ മിനിസ്ട്രി മുഴുവൻ അമ്മമാർക്ക് ചെയ്യാനായിട്ട് കഴിയും. സോ മിനിസ്ട്രി ഇൻ ദ ഹോം ഈസ് എ സിഗ്നിഫിക്കൻറ്റ് മിനിസ്ട്രി. എനിക്കറിയാം പല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ള ഒറ്റ കാരണത്താൽ നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് അതൊരു ടാസ്ക്കായിട്ട് തന്നെ എടുത്ത് അവർക്ക് അതിനുവേണ്ടി സമയങ്ങൾ ചെലവഴിക്കുന്നത്. ഒരുപക്ഷേ ഈ രാജ്യത്തിൽ 2 പേര് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാൽ ഐ നോ മെനി പേരൻസ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒരു വലിയ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ജോലികൾ വിട്ടിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു മിനിസ്ട്രി ആയിട്ട് കാണുന്ന മാതാപിതാക്കളുണ്ട്. പ്രത്യേകിച്ച് മദേഴ്സ്. കുഞ്ഞുങ്ങളെ എനിക്ക് ഈ സമയത്ത് വളർത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എത്ര സാലറി കിട്ടുന്ന ജോലിയാണെങ്കിലും ഇഫ് ഐ സ്പോയിൽ മൈ ചൈൽഡ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്പോയിൽ ചെയ്താൽ എനിക്ക് എത്ര ജോലി ഉണ്ടായിട്ടും കാര്യമില്ല. സോ പല അത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാനതൊരു ഒരു ഇൻസിഡൻ്റായിട്ട് പറയുകയാണ്. പല മാതാക്കളും ദേ സാക്രിഫൈസ് ദെയർ ലൈഫ് ടു നർച്ചർ, ടേക്ക് കെയർ ദെയർ ചിൽഡ്രൻ. അതൊരു ശുശ്രൂഷയാണ്. സോ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയാണ്. ഞാൻ പലപ്പോഴും ചിലരോട് പറഞ്ഞു, ചിലർ ഭയങ്കരമായിട്ട് വറി ചെയ്ത് എൻ്റെ അടുത്ത് വന്നു, പാസ്റ്ററെ മക്കൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല, എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് ജോലി ചെയ്യാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കേണ്ട. യു ഹാവ് ഡിഡ് എ ഗുഡ് ജോബ് ബൈ ടേക്ക് കെയറിങ്, നർച്ചറിങ് യുവർ ചൈൽഡ്. ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു ഗിൽട്ടായിട്ട്, ഒരു കുറവായിട്ട് കാണണ്ട. യു ഹാവ് ഡൺ എ ഗുഡ് മിനിസ്ട്രി ടു നർച്ചർ യുവർ ചിൽഡ്രൻ. സോ ദർ ഈസ് എ മിനിസ്ട്രി ഓഫ് ഡൂയിങ് ഓൾ ദിസ്. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് നിർത്താം. സോ ഹോം ഈസ് എ ഗുഡ് സ്കൂൾ ഫോർ വേർഡ് ഓഫ് ഗോഡ്. നല്ല ദൈവവചനം പഠിപ്പിക്കേണ്ട ഇടമാണ്. വാല്യൂസ്, മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട ഇടമാണ്. നല്ല മൂല്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ഭവനം എന്ന് പറഞ്ഞാൽ. നല്ല വാല്യൂസ് ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്നത് ഈ ഭവനത്തിലാണ്. ദൈവവചനം പഠിപ്പിക്കാൻ പറ്റുന്നത് സ്ക്രിപ്ചർ സ്കൂൾ അല്ല. സ്ക്രിപ്ചർ സ്കൂൾ ആകെ ഒരു മണിക്കൂറേ കിട്ടുന്നുള്ളൂ അവർക്ക്. എന്നാൽ ബാക്കിയുള്ള ദൈവവചന പഠനങ്ങൾ നടക്കുന്നത് വീട്ടിലാണ്. നമ്മൾ ഒരാഴ്ചയെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഒരാഴ്ചയിൽ നമ്മൾ ആകെ അവരെ അറ്റൻഡ് ചെയ്യുന്ന സ്ക്രിപ്ചർ സ്കൂളിൽ ആകെ ഒരു 45 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. പിന്നെ നമ്മുടെ ചർച്ച് സർവീസ് ഒബ്വിയസ്ലി നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. ബട്ട് സംടൈം ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ പറയുന്ന പ്രസംഗങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് മനസ്സിലാക്കണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ബട്ട് എവറി ടൈം നമ്മൾ അവരെ ഫോക്കസ് ചെയ്യാനായിട്ടും പറ്റത്തുമില്ല. ദർ ഈസ് സർട്ടൻ ലിമിറ്റേഷൻ. അപ്പോൾ നമുക്ക് ദൈവവചനത്തിൽ അവരെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇടമെന്ന് പറയുന്നത് നമ്മുടെ ഭവനമാണ്. സോ വാല്യൂസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, പ്രെയർ ലൈഫിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്, ഡ്രീംസ്, സ്വപ്നങ്ങൾ കാണാൻ അവർക്ക് പറ്റുന്നത്, സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ ചിറക് വെക്കാൻ കഴിയുന്നത് ഭവനമാണ്. അവർക്ക് നല്ല പ്രതീക്ഷകൾ കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ഥലം നമ്മുടെ ഭവനമാണ്. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയുന്ന ഇടവും നമ്മുടെ ഭവനമാണ്. വാല്യൂ ഓഫ് ഹാർഡ് വർക്കിംഗ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം വി ഫീഡ് എവറി ടൈം. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കും. അവർ ചോദിക്കുന്ന കാര്യം അവർ സാധിപ്പിച്ചു കൊടുക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അധ്വാനത്തിൻ്റെ ഫലം അറിയണം.
എന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പനും അമ്മയും അധ്വാനിച്ചിട്ടാണ് നീ ഈ കഴിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, നിങ്ങൾ ഇട്ടേക്കുന്ന വസ്ത്രം, നിങ്ങൾ നടക്കുന്നതെല്ലാം എൻ്റെ അല്ലെങ്കിൽ അപ്പം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണം, ഐ ആം ഈറ്റിംഗ്, ഐ ആം വിയറിങ്, ഐ ആം ലിവിങ് ബൈ ആൻഡ് ഹാർഡ് വർക്ക് ഓഫ് സമ്മൺ എന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അവർക്കും ഈ അധ്വാനത്തിൻ്റെ ഫലം അറിയത്തുള്ളൂ. അല്ലെങ്കിൽ അവർ എപ്പോഴും അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അവർ വീഴും. അവർക്ക് ജീവിതത്തിൽ സേവിങ് ചെയ്യാനും അധ്വാനിക്കാനും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്ക് പണം എങ്കിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ അധ്വാനിച്ച് അവർക്ക് നൽകുന്നത് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയണം. അവരെപ്പോഴും നമ്മൾ പറയുമ്പോൾ സാധിപ്പിച്ച് കൊടുത്ത് അവരൊരു ലക്ഷറി ലൈഫിലേക്ക് വീഴുകയും അവസാനം അവർക്കൊരു പ്ലാൻഡ് ലൈഫ് ലീഡ് ചെയ്യാൻ കഴിയാതെ ലക്ഷറി ഡെസ്റ്റിനകത്ത് അവർ വീണു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അധ്വാനത്തിൻ്റെ ഫലം അവരറിയാൻ കഴിയുന്ന ഇടമെന്ന് പറയുന്നത് നമ്മുടെ ഭവനമാണ്. സോ വേർഡ് ഓഫ് ഗോഡ്, വാല്യൂസ്, പ്രയർ ലൈഫ്, ഡ്രീംസ്, ഇതെല്ലാം നൽകുന്ന സ്കൂളാണ് നമ്മുടെ ഭവനം. അവസാനമായി ഒറ്റ സ്ലൈഡോട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സൈക്കോളജി, ഞാനിത് പോകുന്നില്ല. സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, സെക്യൂരിറ്റി നീഡ്സ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ ഇതിലേക്ക് കടക്കുന്നില്ല. അടുത്തൊരു ഭാഗം സം ഡോൺസ്, ചില അരുതുകൾ, ചിലത് ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ഡു നോട്ട് കമ്പയർ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കോണ്ടെസ്റ്റിൽ നമ്മുടെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെ നിൻ്റെ മറ്റേ ചെറുക്കൻ അരവിന്ദന് നല്ല മാർക്കാണല്ലോ, നിനക്കെന്താ മാർക്ക്, അവന് എല്ലാത്തിനും A+ കിട്ടും, നിനക്കെന്താ A+ എല്ലാത്തിനും കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് നല്ല അവൻ്റെ കൂട്ട് എന്താടാ നീ പഠിക്കാത്തത്, നീ അവൻ്റെ കൂട്ട് എന്താ അവൻ പഠിക്കുന്ന പോലെ എന്താ നീയും പഠിക്കാത്തത്. ഡു നോട്ട് കമ്പയർ. അവൻ എല്ലാ വാക്യവും നന്നായിട്ട് പഠിച്ചല്ലോ, നിനക്കെന്താ വാക്യം പറയാൻ പറ്റാഞ്ഞത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. ഡോ നോട്ട് കമ്പയർ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഡിസ്കറേജ്ഡ് ആയിട്ട് പോകും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇന്നാരെ വെച്ച് അവന് നന്നായിട്ട് പറഞ്ഞല്ലോ, നീ എന്താ ഒന്നും പറയാഞ്ഞത് എന്നൊരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറയാൻ ഇടയാകരുത്. ഡു നോട്ട് കമ്പയർ വിത്ത് എനി ഓഫ് ദി ചൈൽഡ്. ഡു നോട്ട് ബ്രാൻഡ്. നീ ഒരു പൊട്ടനാ, നിനക്കൊന്നും അറിയത്തില്ല, നീ ഒരിക്കലും നന്നാവത്തില്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി എന്ത് ചെയ്തരുത്, പറയരുത്. ഡു നോട്ട് ബ്രാൻഡ്. അല്ലെങ്കിൽ നിനക്ക് ഇത്രയൊക്കെ കഴിയത്തുള്ളൂ, നിനക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, നീ ഒരു പൊട്ടനായിപ്പോയി എന്ന് ഒരിക്കൽ പോലും. ഡു നോട്ട് ബ്രാൻഡ് ദം. അവരെ ഒരു കഴിവില്ലാത്തവനാണെന്നും കഴിവ് കെട്ടവനാണെന്നും ഒരിക്കൽ പോലും നമ്മുടെ അധരത്തിൽ നിന്ന് വന്നു പോകരുത്. ഡു നോട്ട് ബ്രാൻഡ് ദം ആസ് സംതിങ് നെഗറ്റീവ്. ഡു നോട്ട് കീപ്പ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്. നമ്മുടെ കുഞ്ഞിന് ഫുൾ A+ മേടിക്കാൻ പറ്റിയില്ലയോ, അവൻ്റെ ഓരോരുത്തരുടെ കഴിവ് നമുക്കറിയണം. അൺറിയലിസ്റ്റിക് ആയിട്ട് നിന്നെ ഞാനൊരു IAS കാരനാക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ചിലത് പറ്റും, IAS കാരനാകണം, നമ്മുടെ ഇടയിലൊക്കെ IAS കാരുണ്ടാകണം. ബട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കാലിബർ നമുക്കറിയാം, നമ്മുടെ മക്കളുടെ അവസ്ഥ അറിയാം, സാഹചര്യം, IQ ലെവൽ അറിയാം. ഡു നോട്ട് മേക്ക് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ഒരിക്കലും ഈ കുഞ്ഞിനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് അവന്മേൽ അധിക ഭാരം കൊടുക്കരുത്, ആ കുഞ്ഞിൻ്റെ മേൽ അധിക ഭാരം കൊടുക്കരുത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റൊരാൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞ് അൺറിയലിസ്റ്റിക് ആയിട്ട് ഒരിക്കലും സാധിക്കാത്ത എക്സ്പെക്റ്റേഷൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ്. ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കി പറയരുത്. നമ്മൾ തമാശയ്ക്ക് ചിലപ്പോൾ പറയുമായിരിക്കും, ബട്ട് ദാറ്റ് ഹേർട്സ്, അത് അവർക്ക് ഫീൽ ചെയ്യും. ഒരിക്കൽ പോലും അവരെന്ത് ചെയ്യരുത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് എൻ്റെ മക്കളെപ്പോഴും ഈ ഉദാഹരണം പറയുമ്പോഴപ്പോൾ എൻ്റെ പേര് പറയില്ലേ എന്ന് പിള്ളേർ എന്നോട് പറയാറുണ്ട്. എന്ത് ഉദാഹരണം പറഞ്ഞാൽ ഉടനെ വരും മിറയം മഹത്ത് എന്ന് പറഞ്ഞ്. ഉദാഹരണം പറയാനുള്ളത് ഞങ്ങളുടെ പേര് എപ്പോഴും ഹെയിലി ചെയ്യരുത്. ചിലപ്പോൾ അവർക്കത് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പറയാനായിട്ട്, തെറ്റ് പറയാനായിട്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാമ്പിൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് ദം. ഇത് ഒരു അരുതുകളാണ്, തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കുക. ഡു നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ്, ഡു നോട്ട് ബ്രാൻഡ് ദം, ഡു നോട്ട് കീപ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഓവർ അവർ ചിൽഡ്രൻ, ആൻഡ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇഫ് ദർ ഈസ് എനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പ്ലീസ് യു ക്യാൻ ബ്രിങ്. I think someone has been assigned to collect that questions. Okay, yes, Shane will collect that question. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനുള്ള സമയമില്ല. I will just sort out something relevant ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് റെസ്പോണ്ട് തരാം. Just Shane can, if somebody has written that, you can give that to the that box, and we will take up that also. At the meantime, I will also ask the
committee members to, as they are prepared to take an offering also, so you can pass the offering box or something like that. ആ ഓഫറിംഗ് കൂടെ അവർക്ക് നല്ല ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവരുടെ ഫണ്ടൊക്കെ വളരെ തീർന്നിരിക്കുന്നതാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. സോ എന്തെങ്കിലും കഴിയുന്നത് തീർച്ചയായിട്ടും അവർക്ക് നൽകി കൊടുക്കുക. അത് നിങ്ങൾ ഈ കൂട്ടത്തിൽ ഓഫ് കോഴ്സ് ഒരു പാട്ടൊക്കെ നമ്മുടെ കൊയർ റെഡി ആയിരുന്നു, പക്ഷേ നമ്മുടെ മുമ്പിൽ സമയം അധികം ഇല്ല. So any questions you can just drop to that box. I will just take, if that is very relevant, we will discuss. Otherwise maybe നമ്മൾ in future ആണെങ്കിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഓഫറിങ്ങിൻ്റെ ബാഗ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത്